ലാലേട്ട സീൻ ഈ ഒരു എപ്പിസോഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ ഭയങ്കര റേസായിട്ട് പക്ഷേ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ലാലേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊന്നെ സമ്മതിച്ച് വൺ തകർക്കലിരുന്നു. വേറെ ഒരു ഗെയിമേഴ്സോ വേറെ ആരുമല്ല, ഇന്ന് ലാലേട്ടനേനു ഈ എപ്പിസോഡിൽ വൻ പൊളി വിഷയ എപ്പിസോഡ്. ലാലേട്ടൻ വേറെ ഇങ്ങനെ ആറാടെന്ന് പറയും. ലാലേട്ടൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ എണ്ണത്തിനെ നാറ്റിച്ച് ചമ്മ ഗബ്രി അല്ല സത്യം പറഞ്ഞാൽ ജാസ്മിനെ നാറ്റിച്ച്, പിന്നെ ജിൻഡോനെ നാറ്റിച്ച്, പിന്നെ അതിൻ്റെ ഇടയിൽ രശ്മിൻ്റെ വിചാരം എന്താ, അവളെന്തോ വലിയ സംഭവമാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാ, രശ്മി ലാലേട്ടനെ ഭയങ്കരമായിട്ട് ചോദിച്ചു ഞങ്ങളിത് കാണലുണ്ടോ എന്ന് അറിയില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ. ഇത്രയും വലിയ ഷോല് ഒന്നില്ലെങ്കിൽ ഒരു 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 ബേസിക് സംഭവങ്ങൾ പഠിച്ചിട്ടൊക്കെ ആയിരിക്കില്ലേ വരിക, കണ്ടിട്ടൊക്കെ ആയിരിക്കില്ലേ വരിക. ഇത് ലാലേട്ടനെ ചോദ്യം ചെയ്യാൻ നിൽക്കുക. 6ാമത്തെ സീസണാണ്. ലാലേട്ടൻ 100 ദിവസം ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ അതേമാതിരി ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുക, സ്വാഭാവികം. എന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റും ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇത് ഒരുമാതിരി രീതിയിൽ എന്തോ ഒരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ പിന്നെ അത് റോസ്റ്റ് എന്നുള്ള രീതിയിലല്ല ഇന്നത്തെ വീഡിയോ ഇടുന്നത്. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വീഡിയോ കണ്ടതും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. അതാണ് ലൈവിലൊന്നും വരാൻ ഞാൻ സോറി കേട്ടോ. അല്ല ലൈവൊക്കെ ഇടാതെ വിചാരിച്ച് ജില്ലാക്കാന്ന് വിചാരിച്ചതിനും. പക്ഷെ അത്രയ്ക്ക് കിട്ടില്ല എപ്പിസോഡ്. കുറേ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ തോന്നി. ജിൻഡോ സ്ഥിരം ഉറങ്ങുന്ന സംഭവമാണ്. എനിക്ക് വേറൊരു ഡൗട്ട്, ജിൻഡോ ഞാൻ അഭിനയിക്കുകയാണോ എന്ന് പറയില്ല കേട്ടോ, സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റേ ലൈവ് ചാറ്റിൽ. നിങ്ങൾ ഹോട്ട്സ്റ്റാർ ലൈവ് കാണുന്നവർക്കറിയാം, അതിലിടയ്ക്ക് ചിലവർ പറയണേക്കാം ഇത് ജിൻഡോ ഉറങ്ങനായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അത് ഇനി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് വേറെ കുറേ കോമഡി. പിന്നെ അയ്യോ ജാസ്മിൻ 5 പൈസയ്ക്ക് വൃത്തിയില്ല. അത് ഞാൻ കണ്ടത് ആ ലൈവിൽ ഞാൻ കണ്ടത്. എൻ്റെ പൊന്നെ ഒരു ഉളുപ്പില്ലാണ്ട് എനിക്ക് എന്തോ ഛർദ്ദിക്കാൻ വന്നേ. മുപ്പത്തി ഇങ്ങനെ എടാ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു തുമ്മുമ്പോൾ കൈയൊക്കെ പൊത്തും അല്ലെങ്കിൽ ബാക്കോട്ടാക്കും. ഇതൊന്നും ഇല്ലാതെ അതിൻ്റെ മുകളിലേക്ക് തുമ്മി അത് ബാക്കിയുള്ളവർ കുടിക്കേണ്ടതാണ് എന്നൊന്നും, ബാക്കിയുള്ളവർക്കുള്ള ഫുഡ് അതൊന്നും ഒരു വിചാരമില്ല. ഒരു ഉളുപ്പ്, ലേശം ഒരു ഉളുപ്പ്. അല്ല ഞാൻ അത് സത്യം പറയട്ടോ, ഭയങ്കര മോശം പരിപാടി, വളരെ മോശം പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോനെ സത്യം പറഞ്ഞാൽ ജിൻഡോനെ കാണിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കയ്യടിയൊക്കെ, അത് അന്ന് സമ്മതിക്കാത്തൊരു സംഭവം കാണിച്ചുകൊണ്ടാണ് കയ്യടിച്ചൊക്കെ. അന്ന് കള്ളം പറയാൻ ബെസ്റ്റാണ്. അതൊക്കെ കയ്യടിച്ചൊക്കെ ഭയങ്കര ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര നിൽക്കുമ്പോഴാണ് ജാസ്മിനെ കാണിക്കുന്നത്. ഇന്നൊരു ജാസ്മിൻ ഉണ്ട് കരയുന്നു, ഇളിയാണ്. എന്തിനാ കരയണ്? ഇത് മൂക്കട്ട ഇതിലാക്കിയിട്ട് ജാസ്മിൻ കരയേ. എന്നിട്ട് പറയാം ഇതാരും കാണൂല, നമ്മൾ മാത്രമേ കാണുള്ളൂ എന്ന്. എത്ര ആൾക്കാർ കാണുന്ന സാധനം, ഓളെ വിചാരം അതാ ഇതാരും കാണൂല. അത് നല്ല കാര്യമാണ്. ലാലേട്ടെ ജാസ്മിനായിട്ട് പൊരിച്ചിട്ടുണ്ട്. ഇവർ എന്തൊക്കെയോ പറയാൻ നിൽക്കുമ്പോൾ അത് ഒക്കെ പോട്ടെ. സിജോൻ്റെ പാവസ്റ്റാണ്. ഞാൻ ഇതുവരെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, എല്ലെണ്ണം നല്ല ബെസ്റ്റാണ്. നല്ല മറ്റേ മഞ്ഞുമൽ ടീംസിൻ്റെ പകരം ഇവരാണ് പോയതെന്നാൽ മൈൻഡ് ആക്കൂല. അമ്മാരി ആൾക്കാരാണ്. സിജോന് പരിക്ക് പറ്റിയിട്ട് ഒരാൾ പോലും ചോദിച്ചില്ല. 2 ആൾക്കാർ എണീറ്റിന്ന്. ആരൊക്കെയും ശ്രീരേഖയും പിന്നെ ആരേനും ശ്രീരേഖയും ശരണ്യം. അവർ 2 ആൾ എണീറ്റിന്ന് അവർ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കള്ളം പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നിട്ട് ജാസ്മിൻ പച്ചയ്ക്ക് പറഞ്ഞു ഓക്ക് ഓളത്ര വലിയ സംഭവമാക്കി എടുത്തില്ല എന്ന്. സംഭവമാക്കി എടുത്തില്ല, സംഭവം എന്താ, ഓൻ പുറത്തു പോയാൽ ജാസ്മിൻ്റെ ഗുണമാണ്. കാരണം നല്ലൊരു ഗെയിമറാണ് സിജോ, അടിപൊളി ഗെയിമറാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്കിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഇവരൊക്കെ വൻ ഷോക. പിന്നെയും ബെറ്റർ സിജോ ആണ്. ടോപ്പ് 5ൻ്റെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉള്ള ഒരാൾ സിജോ ആണ്. കാരണം ഒരു ബുദ്ധിയുണ്ട്. പിന്നെ എടാ ഭയങ്കര പാവം തോന്നിയടാ, മോനാരും ചോദിച്ചില്ല എന്നുള്ള. എൻ്റെ മോനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇവനെങ്ങനെ കാണിക്കുക, ഇവനെ ഓരോ സീന് കാണിക്കുന്നതും അതൊക്കെ കാണിക്കുമ്പോഴും ഇവന് ഇത്രയും സീനുകൾ കാണിക്കുമ്പോഴൊക്കെ ബാക്കിയുള്ളവരൊക്കെ കരയുക. എന്തൊരു അഭിനയ, ഒറ്റൊന്നും ചോദിച്ചില്ല ഇവനെ. എന്നിട്ട് അൻസീബൊക്കെ എൻ്റെ പൊന്നെ ബെസ്റ്റാണ്. ഇങ്ങനെ വലിയ നാറികളാണ്. അതിനുള്ള എക്സാമ്പിൾ പിന്നെയും കാണിക്കുന്നുണ്ട്. നോമിനേഷനിൽ ആരും ഒഴിവാക്കൂല എന്ന് കാണിക്കുന്നുണ്ട്. അത് ഒഴിവാക്കി എന്നുള്ളത്, അവരെ ആരും ഒഴിവാക്കൂല എന്നുള്ളപ്പോൾ കയ്യടിക്കുക എല്ലാവരും. മോഹൻലാൽ തന്നെ അറപ്പുന്ന്. എന്നിട്ട് പറയാം അയ്യോ കയ്യടിക്കാനുള്ള ഇതൊന്നല്ല. എനിക്ക് അന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, അൻസിബ ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ ഭയങ്കര കയ്യടി. എങ്ങനെ ക്യാപ്റ്റൻസി കിട്ടിയത്? മറ്റൊരു 2 ആളില്ല, മറ്റവനാണ് വയ്യാണ്ട പുറത്തു പോയതാണ്. ഒരു മനുഷ്യത്വം ചെറുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഉള്ളവരൊക്കെ ഒരുമാതിരി ബിഹേവിങ് അല്ലേ. എല്ലാവരും ഇങ്ങനെ കൈയടിക്കുക, സന്തോഷം. എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. പിന്നെ ലാലേട്ടൻ നല്ലോട്ട് പൊരിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ലാലേട്ടൻ ഇട്ട് പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോടതിൻ്റെ സീൻ വന്നിട്ടുണ്ട്.
ആ കോടതിൻ്റെ സീനിൽ ഈ അവതരണ പ്രസൻറ്റേഷനിൽ ഗബ്രി നല്ല രസമുണ്ട്. ഗബ്രി അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എന്തൊക്കെയോ പോയിന്റ്സ് ഉണ്ട്, പക്ഷെ ബാക്കി പലതും പോയിന്റ്സ് ഇല്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവരെടുത്താണ് കൂടുതൽ പവർ. അപ്പം അതിനങ്ങനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കുറേയൊക്കെ ഇവർക്ക് എന്താ മനസ്സിലായില്ല. പവർ ടീം ഇപ്പോഴും ഇവർക്ക് എന്താണെന്നൊന്നും ഇവർക്കൊരു ഐഡിയ കിട്ടിയില്ല. പിന്നെ മറ്റേ അർജുൻ അതിന് കോടതിമാരിയാണല്ലോ. ഇപ്പോൾ വക്കീൽ പോലെ ചോദ്യം ചെയ്തതിൽ അർജുൻ ചോദിച്ചത് ഒരു കാര്യമാണ്, യൂണിറ്റ് ഇല്ല എന്നുള്ളത്. പക്ഷെ പിന്നെന്തൊക്കെയോ ഫീൽ തോന്നി. പിന്നെ നോറ എന്തൊക്കെയോ ഒരു ഇവരെ എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ട് ചോദിച്ച്. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചോദിക്കുമ്പോൾ അതിനൊരു അർത്ഥമില്ല ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഒരു പേഴ്സണലായിട്ട് ഇങ്ങനെ അവരെ ഉള്ളിലുള്ള അവരെ കുറേ കാര്യങ്ങൾ അവരെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നിട്ട് ചീവീട് മാതിരി ഒച്ച ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുക. അതായത് എന്തോ അതാണ് ജിൻഡോൻ്റെ ഇടയ്ക്ക് വരുന്ന പ്രശ്നം, മനസ്സിലായോ? പക്ഷെ ജിൻഡോ വേറൊരു കാര്യം പറഞ്ഞാൽ അടിപൊളി കേട്ടോ. മറ്റേ മൈക്ക് പല സ്ഥലത്തും ജാസ്മിൻ മാറ്റി, അവിടെയും ജാസ്മിൻ നാണം കെട്ട് മൈക്ക് പല സ്ഥലത്തും ജാസ്മിൻ മാറ്റി വെക്കുന്നുണ്ട്. പല ഏരിയയിലും മൈക്ക് മാറ്റി വെക്കുന്നുണ്ട്, മൈക്ക് ഇല്ലാതെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര റൂളിന് അഗെയിൻസ്റ്റാണ്. ജാസ്മിൻ്റെയൊക്കെ വിചാരം വലിയ എന്തോ സംഭവമാണ് ഓള് ബിഗ് ബോസിൽ എന്തായാലും കപ്പടിക്കും. അങ്ങനത്തെ ഒരു എനിക്ക് മനസ്സിലാവില്ല. ഒരുമാതിരി ഒരു അഹങ്കാരമുള്ള മാതിരി. ഈ മോഹൻലാലിന് പോലും അഹങ്കാരമില്ലാത്ത സംഭവങ്ങളാണ് ഇവർക്കുള്ള അഹങ്കാരം. മോഹൻലാൽ അത്രയും വലിയ ആക്ടറാണ്. അവരെ മുന്നിൽ ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കെന്തോ നിങ്ങളെ കാര്യം എനിക്കറിയില്ല. നിങ്ങളെ കാര്യം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ജാസ്മിൻ്റെ ആ ഒരു ബിഹേവിങ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ജാസ്മിനും രശ്മി അവരൊക്കെ ഭയങ്കര ഒരു സുഖമില്ല. അവരൊരു തീരെ മാനേഴ്സ് ഇല്ല, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ. ജാസ്മിൻ്റെ ആ മൂക്കട്ട സാധനം തന്നെ നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾക്ക് കുടിക്കാൻ തോന്നുന്നു. അത് ആരാണെങ്കിലും അത് ചീറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറ്റുന്നത്? ആർക്കെന്താ വന്നാലും അസുഖം ഒരു വൃത്തിയില്ലാത്ത കുറവാണ്. പിന്നെ ഓളെന്നെ പറഞ്ഞിട്ടുണ്ട് കുളിക്കൂല. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറപ്പാണ്. അതിന് ഒന്നാമത് എനിക്ക് വൃത്തി വന്നില്ല, അത് വേറെ കാര്യം. മറ്റേ ഉപ്പ് രസം നക്കി വെക്കാൻ അത് വേറെ ചെങ്ങ എന്തൊക്കെ നക്കും, എന്തൊക്കെ കുടിക്കും ചിലപ്പോൾ. പിന്നെ ഡ്രസ്സിങ് റൂമിലുള്ള സീന് അത് പൊക്കിയത് അടിപൊളിയാണ് കേട്ടോ. അത് ഭയങ്കര വിയേർഡായിട്ട്, അതായത് സത്യം പറഞ്ഞാൽ കുറേ പേർക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ലാലായിട്ട് അടിപൊളിയായിട്ട് എല്ലായിടത്തും നല്ല വൃത്തിക്ക് ചോദിച്ചു. അത് എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി. അത് നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ എന്നൊക്കെ ഉള്ള ഈ ഒരു ചോദ്യങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ലാലേട്ടൻ നല്ല വൃത്തിക്ക് ചോദിച്ചു. ലാലേട്ടൻ പൊളിച്ചളിയ ഈ ഒരു എപ്പിസോഡ്. ഞാൻ പലരും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോക്കി ഫാൻസിനോട് പറയാനുള്ള കാര്യം, ഇവരൊക്കെ പിന്നെയും തിരിച്ചു വരണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിൽ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഇത്രയും ബാഡായിട്ടുള്ള എപ്പിസോഡ് വേറെ വന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു അടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയേണ്ട അവസ്ഥ. എന്നിട്ട് അതിനെ അൻസിബ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ. അൻസിബയ്ക്ക് മറ്റേ റോക്കിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു എളുപ്പമില്ല. മറ്റവന് നല്ല പണി കിട്ടി എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതങ്ങനെ പറയണം. പിന്നെ ജിൻഡോ നല്ല വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏത് മൈക്ക് വെക്കാതെ കുറേ ഏരിയയിൽ ജിൻഡോ പറയുന്നതിൽ കുറേ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കുറേ പാരൊക്കെ വെക്കുന്നുണ്ട്. സിജോ അത് വെറുതെ ഒരു കാര്യമില്ല. നമ്മളെ ചില സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ, ഓനെ ഒന്നും ചെയ്യില്ല എന്നിട്ട് മറ്റവനെ പാര വെക്കും, അങ്ങനത്തെ ടീമായിരിക്കും തോന്നി. സിജോനെ ആരൊന്നും മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു സംഭവം. പാര വെച്ചാൽ വളരെ ബോറായിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ജാസ്മിന് കൊടുത്ത പണിയുണ്ട്, നല്ല പണി, 8ൻ്റെ പണി കൊടുത്ത മാതിരി എനിക്ക് തോന്നി. ജാസ്മിന് മറ്റേ മൈക്ക് വെക്കണ ആ കാര്യങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നുള്ളതൊക്കെ അത് അടിപൊളിയായിട്ട് മൂപ്പര് കുറേ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ജിൻഡോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മൂപ്പർക്ക് ഇടയ്ക്ക് തോന്നുന്നു മൂപ്പര് അടിപൊളിയാന്ന്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മൂപ്പര് കുറച്ചും കൂടി കുഴപ്പമില്ല, നൈസാന്ന് തോന്നി. ചില ഭാഗങ്ങൾ എല്ലാം ഇല്ല, ചില ഭാഗങ്ങൾ. പിന്നെന്താ, ഇതൊക്കെയാണ് എൻ്റെ റിവ്യൂ. പിന്നെ മോഹൻലാൽ എന്ന് അടിപൊളിയാക്കി, ബാക്കി എല്ലാവരും ഒക്കെ ബാഡാന്നുള്ളത് മനസ്സിലാക്കുക, നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക. സോ നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ റോസ്റ്റ് മാതിരി ഞാൻ ഇടണം എന്ന് വിചാരിച്ചു, പക്ഷേ അതിന് കുറച്ചും കൂടി ടൈം വേണം. ഇത് ഞാൻ തീരെ എഡിറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ഇടുകയാണ്.
അത് ടൈമില്ല. ഞാൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു, ഭയങ്കര ലേറ്റ് ആയി. അതിനോണ്ടാണ് സോറി ഗൈസ്, ഞാൻ ഉറങ്ങിപ്പോയി. ലൈവ് ഇടാനും സോറി. നിങ്ങൾ പറ്റുമെങ്കിൽ എൻ്റെ ഷോർട്സ് ലൈവ് കാണുക. ലൈവ് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്, പിന്നെ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ശരി.